ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് ഡി ബി നമ്മുടെ വീടുകളിൽ വെക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഐസൊലേറ്റർ എത്ര ആംപിയറാണ്, മറ്റ് RCCB എത്ര ആംപിയറാണ് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഐസൊലേറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത്, കാരണം ഇതാണ് ഐസൊലേറ്റർ വരുന്നത്, 4 പോൾ ഐസൊലേറ്റർ 40 ആംപിയറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ തന്നെ ഐസൊലേറ്റർ കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്ഷൻ വരുന്നതാണ് RCCB വരുന്നത്. RCCB നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 40 ആംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 40 ആംസിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ 61 ആംസ് വരെ കൊടുക്കാം. 61 ആംസ് അത്യാവശ്യം AC കാര്യങ്ങളൊക്കെ ലോഡ് കൂടുതലുണ്ടെങ്കിൽ 61 ആംസ് വരെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നോർമൽ ലെവലിലുള്ള ഒരു നിസാരം ഒരു AC 2 AC ഒക്കെ വരുന്ന സമയത്തുള്ള ഏരിയയിലാണ് നമ്മൾ 40 ആംപിയറിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല 8 വേ DB 6 വേ DB ഉണ്ട്. അതായത് 8 വേ DB എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഫേസിൽ തന്നെ, അതായത് 3 ഫേസാണ് 3 ഫേസിൽ വരുന്നത്. ആ 3 ഫേസിൽ ഒറ്റ ഫേസിൽ 6 MCB വരുന്ന കൊടുക്കാൻ പറ്റുന്ന സെക്ഷനെയാണ് നമ്മൾ 6 വേ എന്ന് പറയുന്നത്. 8 MCB വരുന്ന സമയത്ത് 8 വേ എന്ന് പറയും. അപ്പോൾ നമ്മൾ 6 വേക്ക് നമ്മൾ സാധാരണ 40 കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ 8 വേ DB വരുന്ന സമയത്ത് നമുക്ക് 61 ആംസിൻ്റെ ഐസൊലേറ്ററും അതുപോലെ തന്നെ RCCBയും കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന MCBകളെല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പവർ നോക്കുക. അതായത് റൂമിൻ്റെ അകത്ത് വരുന്ന പവർ സർക്യൂട്ടുകൾ ഉണ്ടെങ്കിൽ പവർ സർക്യൂട്ടുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന വാട്ടർ ഹീറ്റർ, അതിനൊക്കെ സെപ്പറേറ്റ് ഒരു 16 ആംസിൻ്റെയോ അല്ലെങ്കിൽ 20 ആംസിൻ്റെയോ MCBകൾ കൊടുക്കുക. കാരണം ഒരു 3 ലിറ്റർ വരുന്ന വാട്ടർ ഹീറ്റർ ആണെങ്കിൽ തന്നെ ഒരു 3000 വാട്ട്സ് ഓൾറെഡി എടുക്കും. അപ്പോൾ ഒരു 20 ആംപിയറിൻ്റെയെങ്കിലും കൊടുക്കുക. 20 അല്ലെങ്കിൽ 16 ആംപിയറെങ്കിലും ഏറ്റവും കുറഞ്ഞത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വരുന്നത് വെച്ചാൽ റൂം സർക്യൂട്ടുകൾ നമുക്ക് വേണമെങ്കിൽ 10 ആംപിയറിൽ കൊടുക്കാം, MCBകളിൽ കൊടുക്കുന്ന സർക്യൂട്ട്. പിന്നെ അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഏരിയയിലാണ് കൂടുതൽ പവർ സെക്ഷൻ വരുന്നത്. അതായത് ഇൻഡക്ഷൻ കുക്കർ, മോട്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്ന കിച്ചണിൻ്റെ വരുന്ന മെയിൻ പവർ സർക്യൂട്ടുകളെല്ലാം തന്നെ 16 ആംസിലോ അല്ലെങ്കിൽ 20 ആംസിലോ MCBകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. MCBകളിൽ ഒരെണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് ഓരോ റൂമിനും അല്ലെങ്കിൽ ഓരോ സർക്യൂട്ടിനും സെപ്പറേറ്റ് കൊടുക്കുക. അത് കൂടാതെ തന്നെ നമ്മുടെ മോട്ടർ വരുന്നത്, മോട്ടറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു MCB കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് പല ടൈപ്പ് രീതിയിൽ കൊടുക്കാം. കാരണം വേറൊന്നുമല്ല, നമ്മൾ സാധാരണ പണ്ടത്തെ ടൈപ്പ് മോട്ടറുകളാണെങ്കിൽ നമുക്ക് ഒറ്റ MCBകളിൽ കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ല സബ്മേഴ്സിബിൾ, അത് വെള്ളത്തിൻ്റെ അകത്ത്, അതായത് കിണറിൽ താഴ്ത്തിയിടുന്ന ടൈപ്പ് മോട്ടർ ആണെങ്കിൽ അതിൻ്റെ ന്യൂട്രൽ വരെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ചെറിയതായിട്ട് ലീക്കേജ്, എർത്ത് ലീക്കേജ് കാരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ RCCB ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് അതിൻ്റെ തന്നെ, അതായത് അതിൻ്റെ മാനുവലിൽ തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ടാവും സബ്മേഴ്സിബിൾ, അത് വെള്ളത്തിൽ താഴ്ത്തിയിടുന്ന മോട്ടറിന്. അപ്പോൾ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ചെറുതായിട്ട് വരുന്ന ഒരു കംപ്ലയിൻറ്റുകളിലൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ RCCB അല്ലെങ്കിൽ മോട്ടറിൻ്റെ സെക്ഷൻ നമ്മൾ എന്തായാലും DB വയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ന്യൂട്രും അതിലേക്ക് പോകുന്ന ഫേസും സെപ്പറേറ്റ് മാറ്റിയിടുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു MCB കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ന്യൂട്രൽ കാര്യങ്ങൾ എന്തെങ്കിലും എർത്ത് ലീക്കേജ് കറണ്ട് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു സിംഗിൾ ഫേസ് RCCB കൊടുക്കുകയാണെങ്കിൽ, മോട്ടറിന് വേണ്ടി സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ്. അന്ന് നമ്മുടെ കോസ്റ്റ് താങ്ങുന്നില്ലെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് MCB കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ സബ്മേഴ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ബോർവെല്ലാണെങ്കിലും അതിന് സെപ്പറേറ്റ് ബോർവെൽ സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, മോട്ടർ കൊടുക്കുന്നതെങ്കിൽ അതിനും സെപ്പറേറ്റ് ഒരു MCB കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെള്ളത്തിനും വീടിന് പുറത്ത് കിടക്കുന്ന ഉപകരണങ്ങൾ മഴ നനയാനും കാര്യങ്ങൾക്ക് ചാൻസ് ഉള്ളതുകൊണ്ട് വീട് മൊത്തം ട്രിപ്പായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് വീടിന് പുറത്ത് വരുന്ന ഏരിയകളിൽ വരുന്ന ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ന്യൂട്രൽ വരെ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീട് മൊത്തം ട്രിപ്പായി പോകും. പിന്നെ അത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വീടിൻ്റെ അകത്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെക്ഷൻ മാത്രം ഓഫ് ചെയ്തിട്ടാൽ മാത്രം മതി. പിന്നെ വീടിൻ്റെ യാതൊരു ബാധിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വലിയൊരു വീഡിയോ ആയിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്കൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you. I